തെരുവ് നായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതി നിർദ്ദേശം നടപ്പിലാക്കാൻ കേരളം തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന സുപ്രീം കോടതി നിർദ്ദേശമാണ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. മായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആതിര, കേരളത്തെ സംബന്ധിച്ച് ഈ തെരുവ് നായ പ്രശ്നത്തിൽ വലയുകയാണ് സംസ്ഥാനം എന്നുള്ളതാണ് നമുക്കറിയാം. കഴിഞ്ഞ ഇടങ്ങളിലൊക്കെയായി വലിയ തരത്തിലുള്ള ഒരു രൂക്ഷമായ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉള്ളത്. വലിയ തരത്തിലുള്ള ആക്രമണം തെരുവ് നായയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ടായതും അത് നടപ്പിലാക്കാൻ കേരളം ഒരുങ്ങുന്നതും. അശ്വതി, തീർച്ചയായും തെരുവുനായ ശല്യത്തിൽ സംസ്ഥാനം വലയുകയാണ്. കാരണം ഇത് കുറെ മാസങ്ങളായിട്ട് വലിയ രീതിയിൽ തെരുവുനായ ശല്യം സംസ്ഥാനത്തുണ്ട്. ആളുകളുടെ ജീവൻ വരെ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇപ്പോഴിതാ സംസ്ഥാനം ആ നിർദ്ദേശം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അപകടകാരികളായ തെരുവുനായ്ക്കളെ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഇതിനൊരു പ്രോട്ടോകോളും തയ്യാറാക്കിയിട്ടുണ്ട്. പ്രാഥമികമായിട്ടുള്ള പ്രോട്ടോകോളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാ നായ്ക്കളെയും ഇത്തരത്തിൽ കൊല്ലുവാൻ സാധിക്കില്ല. അതിന് കൃത്യമായ രീതികളുണ്ട്, അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രോട്ടോകോളുകളൊക്കെ പാലിച്ചുകൊണ്ട് മാത്രമേ ഈ തെരുവ് നായ്ക്കളെ കൊല്ലുവാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള ഒരു അനുമതിയാണ് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ പ്രത്യേക സമിതികൾ ഇതിനായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. ഈ സമിതി ആയിരിക്കും നായ്ക്കളെ കൊല്ലുന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ ഷെൽട്ടറുകൾക്കായിട്ട് സ്ഥലം കണ്ടെത്താൻ കളക്ടർമാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ 2ൽ കൂടുതൽ നായ്ക്കളുള്ള വീടുകളെ അത്തരത്തിലുള്ള വീടുകളെ ഷെൽട്ടറായിട്ട് പരിഗണിക്കുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവയ്ക്ക് പ്രത്യേക സ്മോൾ ഷെൽട്ടർ ലൈസൻസുകൾ ഉൾപ്പെടെ നൽകുന്നുണ്ട്. അതുപോലെ ഈ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് സംബന്ധിച്ചും പ്രത്യേക മാനദണ്ഡങ്ങൾ തയ്യാറാക്കാനും തീരുമാനമായിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ മനുഷ്യജീവന് ഭീഷണിയായി നിൽക്കുന്ന തെരുവ് നായ്ക്കളെ ഇത്തരത്തിൽ കൊല്ലാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതേതായാലും നടപ്പിലാക്കാൻ തന്നെയാണ് സംസ്ഥാനവും നിലവിൽ ഒരുങ്ങുന്നത്.